കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെ വലിയ ചർച്ച എന്ന് പറയുന്നത് ജി കൃഷ്ണകുമാർ, മകള് ദിയ കൃഷ്ണ, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ദിയ കൃഷ്ണയുടെ ഷോപ്പിലെ 3 ജീവനക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ്, അതിൻ്റെ തുടർ നടപടികളെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ജി കൃഷ്ണകുമാർ പറഞ്ഞ ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. അതായത് ജി കൃഷ്ണകുമാറിൻ്റെ മകള് ദിയ കൃഷ്ണകുമാറിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ജി കൃഷ്ണകുമാർ സ്വന്തം മകൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഏതൊരു അച്ഛനും ചെയ്യുന്നത് പോലെ ഏതൊക്കെ വാതിലുകൾ മുട്ടാൻ പറ്റുമോ ആ വാതിലുകളെല്ലാം ഞാൻ മുട്ടിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ വെക്കാം. ഞാൻ ആരെ കുറ്റപ്പെടുത്തുകയില്ല, ഭരണത്തിലിരിക്കുന്നവർ. കാരണം ഞങ്ങൾക്ക് റിലീഫ് കിട്ടിയത് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അപ്പം അതും ഞാൻ പറയാൻ തയ്യാറാണ്. എന്തിനാണ് ഞാനൊരു മറ്റൊരു പാർട്ടി നിൽക്കുന്നത്, അതെന്തിനാ ഹൈഡ് ചെയ്യുന്നത്? നോ, ദാറ്റ്സ് ദ ട്രൂത്ത്. കാരണം ഗ്രാവിറ്റിയെ പറ്റി ചോദിച്ചു. ശനിയാഴ്ച രാവിലെ അറസ്റ്റിനുള്ള സംഭവങ്ങൾ റെഡിയാവുകയാണെങ്കിൽ ശനി ഞായർ കഴിഞ്ഞാലേ ജാമ്യം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്ത് ചിന്തിക്കും? എവിടെ ചെന്ന് നോക്ക് ചെയ്യാമോ അവിടെയൊക്കെ നോക്ക് ചെയ്യും. ഞാൻ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നു, അവിടെ നിന്ന് റിലീഫ് കിട്ടുന്നു. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അനുഭാവപൂർവ്വം വെരി വാം ആയിട്ട് സംസാരിക്കുന്നു. ഡോണ്ട് വറി, എനിക്ക് നിങ്ങളുടെ കുടുംബത്തെ അറിയാം, ഇഷ്ടമാണ്, വിശ്വാസമാണ്. ഇത്തരം വാക്കുകളൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന റിലീഫുണ്ട്. അപ്പോൾ ചിലർ പറയും, കൃഷ്ണകുമാർ നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് അങ്ങനെ പറയാം. സത്യം ഒന്നേ ഉള്ളൂ, അത് പറയാൻ പഠിക്കുക. കേട്ടല്ലോ, ജി കൃഷ്ണകുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയെ കുറിച്ചും അവർ ജി കൃഷ്ണകുമാറും മകളുമായി ബന്ധപ്പെട്ട കേസിന്റെ ഡീറ്റെയിലുമായി ബന്ധപ്പെട്ട് അവരെടുത്ത നിലപാട് എന്താണ് എന്നൊരു കാര്യമാണ് അമൃത ചാനലുമായിട്ട് പങ്കുവച്ചതാണ്. അതിന്റെ ക്ലിപ്പാണ് ഇപ്പം നമ്മൾ കേട്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനോ നേതാവോ ആണെങ്കിൽ പോലും അവർ ജനകീയനാവുക എന്ന് പറയുന്നത് ഒരു ഭരണപക്ഷത്ത്, പ്രത്യേകിച്ച് ഭരണസിരാകേന്ദ്രങ്ങളിൽ ചുമതലകളിൽ ഇരിക്കുന്ന ആളുകൂടിയാണ് എങ്കിൽ അവർ രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ കൊടിയുടെയോ ഒന്നും നിറം നോക്കാതെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി ആ പ്രശ്നത്തോട് അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് അവർ ജനകീയനാവുന്നത്. ഇവിടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി സംഘപരിവാർ പ്രവർത്തകനാണെന്നും അതിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് BJPയുടെ ഒരു അടിയുറച്ച ഒരു പ്രവർത്തകനാണ് കൃഷ്ണകുമാർ എന്ന കാര്യത്തിൽ കൃഷ്ണകുമാറിന്റെ കുടുംബവും ഒക്കെ സംഘപരിവാർ ചായവുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ ആണ് എന്നറിഞ്ഞിട്ട് കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവരോട് എടുത്ത നിലപാടിനെ കുറിച്ച് അദ്ദേഹം പരസ്യമായിട്ട് പറയുകയാണ്. എനിക്ക് വേണമെങ്കിൽ ഇത് പറയാതിരിക്കാം, പക്ഷെ ഞാനത് പറയുകയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസും ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒക്കെ നമ്മളോട് കാണിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, അവർ ജനകീയനാവണമെങ്കിൽ മനുഷ്യനെ വേർതിരിച്ച് കാണാതെ, രാഷ്ട്രീയത്തിൻ്റെയോ നിറത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒന്നും പേരിൽ മനുഷ്യന്മാരെ വേർതിരിച്ച് കാണാതെ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറുകയും എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ അത് നിയമത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എങ്കിൽ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ജനകീയനാവുക എന്ന് പറയുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒരു വളരെ മികച്ച ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് ഒരു സംഘപരിവാറിൻ്റെ അടിയുറച്ച വിശ്വാസിയായിട്ടുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് തന്നെ വരുമ്പോൾ ആണ് നമുക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസും പിണറായിയും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയും ഒക്കെ ഏത് രീതിയിലാണ് ജനങ്ങളുമായിട്ട് ഇപ്പോഴും ഇടപഴകുന്നതെന്നും അവരോടുള്ള ഒരു ബഹുമാനം നമുക്ക് വർദ്ധിക്കുന്നതും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ്. അതിവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരുടെ കേസിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ അത് ഇപ്പോൾ കോടതിയിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ കുറേ കാര്യങ്ങൾ, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഇപ്പോൾ ദിയക്ക് സംഭവിച്ചതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ഘട്ടത്തിൽ നമുക്കത് നോക്കാൻ, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ, അവിടെ നിന്ന് പോകുന്ന കാര്യങ്ങൾ, വരുന്നതും പോകുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലെഡ്ജർ ചെയ്ത് കൊണ്ടുപോകാൻ, അതിനൊക്കെ കൃത്യമായിട്ട് അതിന് ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എങ്കിൽ ഈ ബിസിനസ്സുകൾക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളൊരു ബിസിനസ്സിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ അറിയണം. ഇവിടെ തന്നെ ഇപ്പോൾ പണമിടപാടൊക്കെ കുറേ അവരുടെ സ്റ്റാഫുകളുടെ അക്കൗണ്ടിലേക്ക് പോയി, കുറേ ഇവരുടെ കമ്പനി അക്കൗണ്ടിലേക്ക് പോയി, അങ്ങനെ പല രീതിയിൽ അവിടെ വന്നത് എന്ത് പോയത് എന്ത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയില്ല എന്നൊരു വസ്തുതയാണ് ദിയക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ് നടത്തുന്നവർ നമ്മുടെ കണ്ണെത്തുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസയുടെ കളിയാണ്, കള്ളത്തരം കാണിക്കും. അത് നമ്മൾ മനസ്സിലാക്കി ആ രീതിയിൽ പെരുമാറാൻ നമുക്ക് സാധിക്കില്ല എങ്കിൽ അത്തരം ബിസിനസ്സുകൾക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്.